സോഷ്യൽ മീഡിയ ഒന്നടങ്കം സംസാരിക്കുന്നത് ഒരൊറ്റ ഫോൺ കോളിനെ കുറിച്ചാണ്. അമേരിക്കയിൽ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മോഹൻലാലിനെ വിഷുദിനത്തിൽ ഒരു പ്രമുഖ ന്യൂസ് ചാനൽ ഫോണിൽ ബന്ധപ്പെടുന്നു. അവതാരകന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഒരു മുൻവിധിയില്ലാതെ ലാലേട്ടൻ നൽകിയ മറുപടികൾ നിമിഷ നേരം കൊണ്ട് ഇന്റർനെറ്റിൽ തരംഗമായി മാറിയത്. നമസ്കാരം, പുതിയൊരു സിനിമാ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോഹൻലാലിന്റെ ആ വൈറൽ കോളാണ്. അതിനേക്കാളേറെ ചർച്ചയായ തരുൺ മൂർത്തി ചിത്രം അതിമനോഹരം എന്ന ടൈറ്റിൽ പോസ്റ്ററിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുമാണ്. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞോ എന്ന് ചൈന ടൗണിലെ ഡയലോഗ് പോലെയായിരുന്നു ലാലേട്ടന്റെ പ്രതികരണം. പലർക്കും ഇത് കേട്ടപ്പോൾ ഓർമ്മ വന്നത് ഹലോ സിനിമയിലെ അഡ്വക്കേറ്റ് ശിവരാമനെയാണ്. അത്രമാത്രം രസകരവും എന്നാൽ വളരെ ആഴമുള്ളതുമായ ചില ചിന്തകളാണ് അദ്ദേഹം പങ്കുവെച്ചത്. എന്താണ് ആ വാക്കുകൾക്ക് പിന്നിലെ യഥാർത്ഥ അർത്ഥം? ഒപ്പം ആ പോസ്റ്ററിൽ നമ്മൾ കാണാതെ പോയ ആ 3 ഡീറ്റെയിലുകൾ എന്തൊക്കെയാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ തുടങ്ങി 400ഓളം ചിത്രങ്ങൾ മലയാളികളുടെ ജീവന്റെ തന്നെ ഭാഗമായി മാറിയ മോഹൻലാൽ എന്ന നടൻ ഇന്ന് പുതിയ തലമുറയുടെയും ആവേശമാണ്. കഴിഞ്ഞ വർഷം നാം കണ്ടതാണ് എമ്പുരാൻ, തുടരും, ഹൃദയപൂർവ്വം എന്നീ പ്രോജക്റ്റുകളുടെ വമ്പൻ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ. 2026 ബോക്സ് ഓഫീസ് വാഴാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. ഇതിനിടയിലാണ് അവതാരകൻ നിർണായക ചോദ്യം ചോദിക്കുന്നത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ത്രില്ലറുകളിൽ ഒന്നായ ദൃശ്യത്തിന്റെ 3ാം ഭാഗം, ഒപ്പം വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മെഗാ പ്രോജക്റ്റ്, ഈ ചിത്രങ്ങളെക്കുറിച്ചുള്ള ലാലേട്ടന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഉടനടി മറുപടി വന്നു, ഒരു പ്രതീക്ഷയുമില്ല, നമ്മൾ ചെയ്തു കഴിഞ്ഞു, ഇനി അത് തിയേറ്ററുകളിൽ വരട്ടെ, ആളുകൾ കാണട്ടെ, എന്റെ ജോലി കഴിഞ്ഞു, അല്ലാതെ ഞാൻ പ്രത്യേകം പ്രതീക്ഷ വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഈ ഒരു മറുപടി അവതാരകനെ പോലും സ്തംഭിപ്പിച്ചു കളഞ്ഞു. കാരണം കോടികൾ മുടക്കി ചെയ്യുന്ന സിനിമകളെക്കുറിച്ച് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഇന്നത്തെ കാലത്ത് ഏതൊരു പ്രഷറുമില്ലാതെ ഒരു താരം ഇങ്ങനെ പറയണമെങ്കിൽ അത് മോഹൻലാലിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുമാത്രമല്ല, തൻ്റെ മകൾ വിസ്മയുടെ ഓഗസ്റ്റിൽ വരാനിരിക്കുന്ന ചിത്രത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് സിനിമ എന്നത് ഒരു ഭാഗ്യമാണ്, അതൊരു ഈശ്വര നിശ്ചയമായ കാര്യമാണ്, എല്ലാം നല്ല രീതിയിൽ സംഭവിക്കട്ടെ എന്നാണ്. ദൃശ്യം 3, പേട്രിയറ്റ് എന്നിവയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുമ്പോൾ തന്നെയാണ് അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം L366 ടൈറ്റിൽ പോസ്റ്റർ പുറത്തു വരുന്നത്. അതിമനോഹരമെന്നാണ് ചിത്രത്തിന്റെ പേര്. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം പ്രഖ്യാപിച്ച അന്നു മുതൽ വലിയ ഹൈപ്പിലാണ്. പോസ്റ്റർ ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു കഥ പറയുന്നുണ്ട്. ശബരിമലയിൽ ഡ്യൂട്ടിക്കുള്ള ഒരു പോലീസുകാരനായിട്ടാണ് മോഹൻലാൽ ഇതിൽ നിൽക്കുന്നത്. അതുമാത്രമല്ല, തുടരും എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നൽകിയ അതേ ഗംഭീര ഫീൽ തന്നെയാണ് ഈ പോസ്റ്ററും നമുക്ക് നൽകുന്നത്. ഒരു പക്ക റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡ്രാമയ്ക്കുള്ള എല്ലാ സാധ്യതകളും ഈ ഒറ്റ ഫ്രെയിമിലുണ്ട്. എന്നാൽ നമ്മൾ പ്രേക്ഷകർ വെറും ഒരു പോസ്റ്റർ കണ്ട് കൈയടിക്കുന്നവരല്ലല്ലോ. ഈ പോസ്റ്ററിലെ ടൈപ്പോഗ്രഫി അഥവാ അക്ഷരങ്ങളുടെ ഡിസൈൻ സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ചാൽ സംവിധായകൻ ഒളിപ്പിച്ചു വെച്ച ചില വലിയ ഹിഡൻ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. 3 രീതിയിലാണ് ഇതിൽ പേരെഴുതിയിരിക്കുന്നത്. അതിൽ ചില സംഭവങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് സോഷ്യൽ മീഡിയ ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞു. അതിമനോഹരം എന്ന് എഴുതിയിരിക്കുന്നതിൽ ആ അക്ഷരത്തിന്റെ ഡിസൈൻ ഒരു പഴയ ലാൻഡ് ലൈൻ ഫോണിലെ റിസീവർ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സിനിമയിൽ ഒരു നിർണായക ഫോൺ കോളിനോ അല്ലെങ്കിൽ ആശയവിനിമയത്തിനോ വലിയ പ്രാധാന്യമുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ശബരിമല ഡ്യൂട്ടിക്കുള്ള ഒരു പോലീസുകാരന് വരുന്ന ഒരു അടിയന്തര സന്ദേശമാണോ ഈ കഥയുടെ വഴിത്തിരിവ്? അടുത്തതായി മനോ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം നോക്കാം. ആ വാക്ക് അവസാനിക്കുന്നിടത്ത് ചില പക്ഷികൾ കൂട്ടത്തോടെ പറന്നു പോകുന്നതായി വളരെ സൂക്ഷ്മമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പശ്ചാത്തലം കാടുമായി, അതായത് ശബരിമല വനവുമായി ബന്ധപ്പെട്ടത് കൊണ്ടാകാം ഇത്. അതല്ലെങ്കിൽ കഥയിലെ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രഭാതത്തെയോ അല്ലെങ്കിൽ ഒരു ദുരൂഹമായ സായാഹ്നത്തെയോ ഒരു സിംബോളിക്കായി ഇത് കാണിച്ചതും ആകാം. ഏറ്റവും പ്രധാനപ്പെട്ട ഡീറ്റെയിലിംഗ് ഇതാണ്. ഹരം എന്ന് എഴുതിയിരിക്കുന്നതിന്റെ മുകളിലായി കൃത്യമായി 2 സ്റ്റാറുകൾ കാണാം. വെറുതെ ഒരു ഭംഗിക്ക് കൊടുത്തിരിക്കുന്നതല്ല അത്. മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു സബ് ഇൻസ്പെക്ടറാണ്. കാരണം കേരള പോലീസിൽ ഒരു SIയുടെ യൂണിഫോമിൽ 2 സ്റ്റാറുകളാണ് ഉള്ളത്. ഈ 3 കാര്യങ്ങളും SI റാങ്കിലുള്ള ഒരു പോലീസുകാരൻ, ഫോൺ കോൾ, വനം പശ്ചാത്തലം കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു സാധാരണ സിനിമ ആയിരിക്കില്ല എന്ന് ഉറപ്പാണ്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളിക്ക, പിന്നെ തുടരും എന്നീ ഗംഭീര ചിത്രങ്ങൾ ഒരുക്കിയ തരുൺ മൂർത്തി ഒരുക്കുന്ന ഈ ചിത്രം എന്തുകൊണ്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ രീതിയിൽ തന്നെ പോകാനാണ് ചാൻസ്. ഒറ്റ ദിവസം കൊണ്ട് മീഡിയ ഇന്റർവ്യൂയുടെയും പോസ്റ്റർ റിലീസിങ്ങിലൂടെയും ലാലേട്ടൻ ശരിക്കും മീഡിയയെ തൂക്കി എന്ന് തന്നെ പറയാം. മോഹൻലാലിന്റെ ഈ കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും അതിമനോഹരം സിനിമയിലെ പോസ്റ്ററിന്റെ ഡീറ്റെയിലിംഗിനെ കുറിച്ചും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ തിയറികളും അഭിപ്രായങ്ങളും തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക.